ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. മോക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളതൊന്നും അവൾക്ക് വേണ്ട, അവൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പലഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു അടിപൊളി ഗോതമ്പും പഴവും, നേന്ത്രപ്പഴവും, ഗോതമ്പ് നേന്ത്രപ്പഴവും കൊണ്ട് ശർക്കര ഉരുക്കിയത്. അപ്പൊ നമുക്കത് ചെയ്യാം. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിഷ്ണുമായും കൂടെ വരാന്ന് പറഞ്ഞു. ഞാൻ കുക്ക് ചെയ്യാം. അതെ, ഹെൽപ്പല്ല, കുക്കാണ്. ശരി, ഓക്കെ. അതായത് ഞാൻ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇല്ല, അവളും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുറച്ച് ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. അല്ലേ വിഷ്ണു? തുടങ്ങാം. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? ഞാൻ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല പഴുത്ത പഴം. അതുപോലെ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്യണം. നീ അത് തുറന്നു വെച്ചോ. ഇല്ല, ഇപ്പൊ ആദ്യം നെയ്യ് ഒഴിക്കണം. അമ്മ പിന്നെ ഒഴിക്കും. നീയാണ് മൂത്തത്. നീയാണ് വലിയ ആള്, അങ്ങനെ പറ അല്ലേ? എണ്ണ അങ്ങനെ കട്ടിയായിരിക്കുകയാണെങ്കിൽ വേറെ നെയ്യ് നോക്കിയിടണം. അത് പൊട്ടി കയ്യിലൂടെ തെറിക്കോ? ഞാൻ ഇട്ട് തരാം, നിൽക്കേ, നീ ഇളക്കിയാൽ മതി. ഇത് കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് എടുത്തിട്ടോ. നിൽക്കേ, ഒരു മിനിറ്റ്. അത് ഇളക്കിക്കോ. നമ്മൾ ആദ്യമേ ഇതിൽ കുറച്ച് നട്ട്സ് ഇടണമായിരുന്നു. മറന്നതല്ല, ഞാൻ എടുത്തു വെച്ചിരുന്നു. ഞാൻ കാഷ്യൂനട്ട് ഇടാണ്. ഇതിൻ്റെ കൂടെ ഇടാൻ കുഴപ്പമില്ല. ആദ്യം കാഷ്യൂനട്ട് ഇട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണമായിരുന്നു. ഇവിടെ കൂടെ ഇവക്ക് ചെയ്യണം എന്നുള്ള വെപ്രാളത്തിൽ അത് ഇടാൻ മറന്നതാണ് കേട്ടോ. ശരി. കരിഞ്ഞു പോകരുത്. അമ്മ ചേട്ടാ നിൽക്കുക. ഇത് നെയ്യിലൊന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏതിൻ്റെ? ഇത് ഗോതമ്പ് കൊണ്ടൊരു പലഹാരം. ഒരു കേക്ക് പോലെ ഇരിക്കും. ഗോതമ്പ് കേക്ക് എന്ന് പറയാം, പുഡിംഗ് എന്ന് പറയാം, പുഡിംഗ്. ഇപ്പൊ നമുക്കിതിലേക്ക് സിറപ്പ് എടുത്ത് ഒഴിക്കണം. പക്ഷെ ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല. സിറപ്പ് ശർക്കര പാനി ഒഴിക്കുവോ? വാ, അങ്ങനെ കൊണ്ടുവാ. ഫുള്ളായിട്ട് ഒഴിക്കണ്ട, വേഗം വാ. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല വിഷ്ണു. അപ്പൊ ഞാൻ സ്റ്റോപ്പ് പറയുമ്പോ നീ നിർത്തണം. നമുക്കിപ്പോ അവക്കത് ചെയ്യാന്ന് പറഞ്ഞല്ലാതെ നമുക്ക് ഇത്രയും. ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ഉരുക്കിയതാണ് കേട്ടോ. അനിതാ, ഈ ശർക്കര പാനിയിൽ പഴം കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. ആ ശർക്കര പാനിയാണ് പൊങ്ങുമ്പം സിമ്മിൽ വെച്ചാൽ മതി. അണക്കിണ്ട പാല് പോലെ പൊങ്ങുമ്പം സിമ്മിൽ വെച്ചോ. ലെഫ്റ്റ്. നല്ല മണം വരുന്ന. വെറുതെ നമ്മൾ പഴം നുറുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് ശർക്കര പാനി ഒഴിച്ച് അങ്ങനെ കഴിക്കാറില്ലേ? അപ്പൊ ഇതിന്റെ കൂടെ ഒരു പുഡിംഗ് ആവും ഗോതമ്പിന്റെ. വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാറി മാറി ചെയ്യണ്ടേ? പറ, എന്തു പറയണം? നമുക്കിപ്പം ഞാൻ ഇപ്പൊ ഇതിനെ ഓഫ് ചെയ്യാൻ പോവുകയാണ് വിഷ്ണു. നന്നായിട്ട് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കാം. എൻ്റെ കയ്യിൽ പൊടിയില്ല, അത് കാരണം ഞാൻ ലൈറ്റായിട്ടൊന്ന് ചതച്ചിട്ടു. വിഷ്ണു ഇപ്പം ആ ഗോതമ്പ് മാവ് എടുക്കണം. ഗോതമ്പ് മാവ് ഞാൻ ഇട്ടു. ഏലക്ക ഞാൻ ഇട്ടു. ഗോതമ്പ് ഇട്. ഇതായിട്ടില്ലേ തവി? ആ പൊടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതിട്ട് 2 തവി.
നിറഞ്ഞു പോയി. ശരി, അങ്ങോട്ടിട്ടോ. കീഴെ കളയല്ലടാ. ഇനി ഒരിക്കൽ കൂടെ. ഇത്ര നിറച്ചെടുക്കണ്ട. ആ, അത്ര മതി മതി. ഇത്ര മതിയാവും. മതി മതി. ഇതിനെ അങ്ങോട്ട് വയ്ക്കാം. ഇപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നീ ഇളക്കിന്ന് വരില്ല. ഇതാ അവിടെ എല്ലായിടും കളയുന്നുണ്ട്. ക്യാമറ നോക്കി ചെയ്യാൻ പറ്റണില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല, എന്നാൽ തീരെ കട്ടിയാവാനും പാടില്ല. ആ സ്ഥിതിക്ക് വിഷ്ണു കുറച്ചുകൂടെ മാവ് ചേർക്കാം. അങ്ങനെ കൊണ്ടുപോകാം. അവിടെ നിന്ന് ഇട്ട് കളയല്ലേ പൊന്നു. ഇനി വാ, നീ ഞാൻ എടുക്കാം. ആ, നിറയല്ല, ഒരു അത്ര അത്ര നിറയും. ശരി. അപ്പം നമ്മളിവിടെ 3 ഇട്ടോ മതിയാവും. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇളക്കിക്കോ. ഞാൻ ഒഴിക്കാം, നീ ഇളക്ക്. ഇളക്കിക്കോ. കട്ട പിടിക്കാതെ ഇളക്കണം. ഒഴിക്കാം. കട്ട പിടിക്കാതെ ഇളക്കണം. ഇന്ന് നീ ഡ്രോയിങ് കോമ്പറ്റീഷന് പോയില്ലേ? എന്തായി? നന്നായിട്ട് വരഞ്ഞോ? നാളെ ഇനി എന്താണ്? വാട്ടർ പെയിന്റിംഗ്. ശരി, ഇന്നത്തെ ഡ്രോയിങ് പെയിന്റിംഗ് എന്തായിരുന്നു ടോപ്പിക്? അത് ഫ്ലവർ പോട്ട്. അതെ, പെൻസിൽ ഡ്രോയിങ്. അമ്മ വരഞ്ഞില്ലേ ആ പിക്ചർ? അതെവിടെയുണ്ട്? അമ്മ പറഞ്ഞാൽ കാണിച്ചു തരാവേ. എടുത്തിട്ട് വരാം. ഇതാണ് ഞാൻ വരച്ചു കൊടുത്തത്. നീ ഇതുപോലെ തന്നെ നീ എല്ലാം ഒരിക്കൽ കാണിക്കും. ഇത് ഞാൻ വേറെ വരച്ചിരുന്നല്ലേ, ഇല്ല കറക്റ്റാണ് കാണിക്കും. ഇതാണ് ഞാൻ വരച്ചു കൊടുത്തത്, ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി. നീ ഇങ്ങനെ തന്നെയാണോ വരച്ചത്? പക്ഷെ ഇവിടെ ഇത് കൊടുത്തില്ല. ഇവിടെ ഒന്ന് ചില ഫ്ലവേഴ്സിന്റെ ഡിസൈൻ കൊടുത്തതാ ഇവിടെ. ശരി, നമുക്കിത് നോക്കാം. ഞാനിതിൽ കുറച്ച് ശർക്കര പാനി കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മധുരം അല്പം കുറവാണെന്ന് തോന്നി. അത് കാരണം ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. നിനക്കുള്ളതിന് വേണ്ടി ഞാനാണ് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്, എന്റെ പെൻസിൽ ഡ്രോയിങ്ങിന് വേണ്ടി. ഇതാണ് വിഷ്ണുമായ വരച്ചത് അല്ലേ? കൊള്ളാം. ഇനി ബോട്ടിന് വേണ്ടി ട്രൈ ചെയ്തല്ലേ? ഇന്ന് ബോട്ട് പ്രാക്ടീസ് ചെയ്യണം, നാളത്തെ വാട്ടർ പെയിന്റിങ്ങിന് വേണ്ടി. ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റായ കൺസിസ്റ്റൻസി കേട്ടോ. അതായത് ദോശമാവിൻ്റെ കൂട്ടിനില്ല, പക്ഷെ ദോശമാവ് പോലെ അല്ല, എന്നാലും തീരെ അങ്ങനെ കട്ടിയായിട്ടും അല്ല. നമുക്കിപ്പോൾ ഇതിന് ഞാനിവിടെ 2 പാത്രങ്ങളിൽ നെയ്യ് നല്ലതായിട്ട് തടവി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിലും എടുത്ത് വയ്ക്കുകയാണ്. പാത്രം നിറച്ച് വെക്കാൻ പാടില്ല, കാരണം വേവുമ്പോൾ അതിനൊരു കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണമല്ലോ, പൊങ്ങി വരും. നമുക്കിതിനെ ഏതെങ്കിലും സ്റ്റീമറിലോ ഇഡ്ഡലി തട്ടിലോ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വിഷ്ണു, നീ കാണുന്നുണ്ടാ? നീ കുക്ക് ചെയ്യാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയി? അപ്പൊ ഇതൊരു ചെറിയൊരു ഹാർട്ട് ഷേപ്പിൽ കിട്ടും. ഇത് ഹാർട്ടല്ലേ പിന്നെ? ഇത് ആ പ്ലേറ്റിന്റെ ഷേപ്പ് എന്താണ്? ഫ്രീസറിലല്ല, ആദ്യം നമുക്ക് സ്റ്റീമറിൽ വെക്കണം. ഇഡ്ഡലി പാത്രം സ്റ്റീം ചെയ്യണം, ആവിയിൽ വേവണം പല്ലാരം. നമുക്കിവിടെ സ്റ്റീമറായിട്ടില്ല, ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് വെക്കാൻ പോകുന്നത്. ഇല്ല കണ്ണാ, പിന്നെ ചെയ്. തറയിൽ കോരി ഇടരുത്, അത്രേ ഉള്ളൂ.
വേഗം. നമുക്കിവിടെ 2 പാത്രമേ ഉള്ളൂ. വേറെ പാത്രങ്ങളൊക്കെ അവിടെ പോയി. ഈ ഷേപ്പിൽ 2 പാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഷേപ്പിൽ 2 പാത്രമേ ഉള്ളൂ. കുറച്ച് വേഗം വിഷ്ണു. നമുക്ക് ഈ ഷേപ്പിൽ 2 പാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് 2 പാത്രത്തിനുള്ള സാധനമാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. മനസ്സിലായില്ലേ? പാത്രം നീ വൃത്തിയേടാക്കണം വിഷ്ണു. കറക്റ്റ് ഷേപ്പിന് വരില്ല. എനിക്കങ്ങനെ ഇതിൽ 3 പാത്രത്തിലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലുത്, 1 ചെറുത്, ബാക്കി ഇത്ര. ഇത് സർക്കിൾ, ഇത് രണ്ടും ഹോട്ട് ആണ്. നമുക്ക് വേവിക്കാൻ വെക്കാം. അതിനു വേണ്ടി പാത്രം എടുത്തിട്ട് അപ്പൊ നമ്മള് ഇതാക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചു. ഇനി വേറെന്തും ഒരു 20 മിനിറ്റ്സ്, 15 to 20 മിനിറ്റ്സ് ഇരുന്ന് വേവണം. ശരിക്കും വെന്തിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി വിട്ട് നോക്കാം, ഇളക്കാൻ പറ്റണോ എന്ന് നോക്കാം. ശരി, നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നമുക്കതിന് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് തരണേ. നല്ല ടേസ്റ്റാണ്. പക്ഷെ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറ. ചുമ്മാ പറയല്ലേ, കഴിച്ച് നോക്കിയിട്ട് പറ. ഇഷ്ടപ്പെട്ടാ? സോഫ്റ്റ് ഉണ്ടോ? കറക്റ്റായ മധുരമൊക്കെ ഉണ്ടോ? താഴെ ഇടരുത്. ഇപ്പം കണക്ക് ഓക്കെ, താഴെ ഇടല്ലേ. ഇടത് കൈ കൊണ്ട് ഇതൊക്കെ തൊടല്ലേ വിഷ്ണു. പതുക്കെ അങ്ങനെ കമ്പത്തി നോക്കാം, വരും. അതൊക്കെ വരും. ഞാൻ ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച്, ഫ്രീസറിലല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. കാരണം പിള്ളേർക്ക് വയറ് വിശക്കണമെന്ന് പറഞ്ഞ കാരണം നല്ല തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അത് കാരണം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ പെട്ടെന്ന് അങ്ങ് തണുത്തു. അപ്പോൾ വേഗം ഇളകി വരും. അങ്ങനെയല്ല, തട്ടി നോക്കും. ഇടരുത്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ കണ്ട വന്നു. അപ്പം നിങ്ങളും ഇതിനെ അല്ല ഫ്രിഡ്ജിൽ ഇനി കട്ട് ചെയ്യണ്ട. ഇതിപ്പോൾ ആവശ്യമുള്ളത് ഒന്ന് കംപ്ലീറ്റ് ആക്കിയായി, കഴിച്ച് തീർത്തായി അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? കൊള്ളാമോ? അപ്പം നിനക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിന്നെ പോലെ കൊച്ചു കുട്ടികൾക്കെല്ലാം എന്തോന്ന് നിന്നെ പോലെ 8 years old കുട്ടികൾക്ക് കയറാം അല്ലേ? 9 പൊടി 8 വിഷ്ണു ഓഗസ്റ്റ് 14th 8 കംപ്ലീറ്റ് ആവണം. 9 ആയില്ല, മിണ്ടാതിരി. ശരി, 9 ഒന്നും ആയില്ല. ഓരോ ദിവസവും നിനക്ക് ഏജ് ഓരോ വർഷങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണല്ലേ? ശരി, താഴെ വിടാതെ കഴിക്കുക. ശരി, അപ്പം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ വീഡിയോ. ഈ റെസിപ്പി നിങ്ങൾക്ക് വീട്ടിൽ ഹോംമെയ്ഡ് ആയിട്ട് ചെയ്യാം. അത് കേക്ക് പോലെ നിങ്ങൾക്കിപ്പം ഇതേപോലെ ഹാർട്ട് ഷേപ്പായിട്ടോ സർക്കിൾ ഷേപ്പായിട്ടോ ഉള്ള പാത്രം ഉണ്ടെങ്കിൽ അത് മാത്രമല്ല വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അതും. എന്തായാലും എൻ്റെ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടു അല്ലേ തങ്ക? ഓക്കേ. അപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ എല്ലാവരും ഇതൊക്കെ ഒന്ന് വച്ച് കഴിച്ച് നോക്കൂ. കൊച്ചു പിള്ളേർക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടും. ഇതിൽ കൂര ഉമാവ് ചേർത്താലും നന്നായിരിക്കും. റാഗി അല്ലേ, ഗോതമ്പിന് പകരം റാഗി ചേർത്താലും നന്നായിരിക്കും. ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ റാഗി ചേർക്കാം. റാഗി ഇല്ലെങ്കിൽ ഗോതമ്പ് മാവ് മാത്രം വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. രണ്ടില്ലെങ്കിൽ മാഞ്ചിരി ചെയ്യാൻ പറ്റുള്ളൂ. ശരി.
അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഫോർ for now.